സംസ്ഥാനത്തെ വോട്ടിംഗ് നില കൃത്യമായി അറിയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സജ്ജമായി. ഓരോ 2 മണിക്കൂറിലും വിവരങ്ങൾ സൈറ്റിലൂടെ ലഭ്യമാക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്നും മിനീഷ് കുമാർ കൂടി ചേരുന്നു നമ്മോടൊപ്പം. മിനീഷ്, ഏറെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ്. 3 തലങ്ങളിലായി നടക്കുന്നു. ഒപ്പം നഗരസഭ, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ചും 7 ജില്ലകൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ വളരെ ജാഗ്രതയോട് തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ചെറിയൊരു തോതിൽ ഒരു പ്രശ്നകാരിയായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തന്നെ വളരെ ശക്തമായ മഴ തിരുവനന്തപുരത്തും തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്നലെയും ശക്തമായൊരു മഴ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിലനിർന്നു. എങ്കിൽ തന്നെയും വരാൻ പോകുന്നൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു റിഹേഴ്സൽ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കുറയാതെ തന്നെ ചോരാതെ തന്നെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ നമുക്കറിയാം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈകളിലാണ്. വളരെ സുസജ്ജമായ സജ്ജീകരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാളയം LMS നോട് ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ 7 മണിക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസ് സജ്ജമായി വരുന്നതേ ഉള്ളൂ. മാധ്യമ പ്രവർത്തകരാരും തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 7 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, അതായത് പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ച് പോളിംഗ് നടത്തുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ, അതുപോലെ തന്നെ വോട്ടർമാരെ സംബന്ധിച്ചിട്ടുള്ള എത്ര വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്ന മീഡിയ റൂമിൽ അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഇത് തന്നെയായിരിക്കും ആധികാരികമായ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഈ റിപ്പോർട്ടുകൾ തന്നെയാണ് ആധികാരികമായ റിപ്പോർട്ട്. ഇത് തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ കേന്ദ്രീകരിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇനി കേവലം ഒരു 45 മിനിറ്റുകൾ മാത്രമാണുള്ളത്. അതിനിടയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ വലിയൊരു പ്രശ്നകാരിയായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള തടസ്സങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നില്ല. പക്ഷേ ചെറിയൊരു മന്ദഗതി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ എല്ലാവിധ നേരത്തെ തീരുമാനിച്ചതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സജ്ജമായി കൊണ്ടുപോകാൻ കഴിയും. തിരുവനന്തപുരത്തുള്ള 173 പ്രശ്നബാധിത മേഖലകളിലൊക്കെ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സുരക്ഷ സംബന്ധിച്ചുള്ള സംസ്ഥാന പോലീസിന് പുറമേ തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന, പ്രത്യേകിച്ചും കർണാടകയിൽ നിന്ന് വരുന്ന സായുധ സേനയൊക്കെ തന്നെ ഈ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അത് തീരദേശ മേഖലയിൽ നമ്മൾ പറയുമ്പോൾ ഭീമാപള്ളി, വെട്ടുകാട്, ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങൾ, വിഴിഞ്ഞം തുടങ്ങിയ തീരദേശ മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സായുധ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ പൂർണ്ണമായ കൺട്രോള് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. അതിനൊരു ബാക്കി ഇത്തരത്തിലുള്ള പ്രശ്നബാധിത സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്യാമറ നിരീക്ഷണം, CCTV നിരീക്ഷണമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് സെൽ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് കേന്ദ്രം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസായിരിക്കും. അവിടെ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ വിവരങ്ങൾ പോളിംഗിനെ സംബന്ധിച്ചിട്ടുള്ള ഏത് കാര്യത്തെ സംബന്ധിച്ചും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു കാര്യത്തിനും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസ് നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ തത്സമയം വിവരങ്ങൾ നൽകുന്നത്. തുടർന്നുള്ള ബുള്ളറ്റുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. സുരരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തേത് എന്ന പ്രത്യേകതയുണ്ട്. വലിയ തോതിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. ഓരോ ബൂത്തുകളിലും 3 വോട്ടിംഗ് യന്ത്രം വീതം വെച്ച് വിതരണം ചെയ്യുമ്പോൾ വലിയ അളവിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം വിതരണം, അതിൻ്റെ സജ്ജീകരണം എല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നോ? സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ തന്നെയാണോ നടന്നിരിക്കുന്നത്? ഒപ്പം ഉദ്യോഗസ്ഥരുടെ വിന്യാസം, ഇവരെല്ലാമുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ?
സുരാജ്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിക്കുന്നത് സംബന്ധിച്ചും മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ, അതായത് ഒരു ഇലക്ഷന് മുമ്പായി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വളരെ ഭദ്രമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു വോട്ടിങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ബൂത്തുകളിലും വാർഡുകൾ കേന്ദ്രീകരിച്ചും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ബ്ലോക്ക് തലങ്ങളിലൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ തലങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് അനിഷ്ടമായ ഒരു റിപ്പോർട്ടും ഇതുവരെയും നമുക്ക് ഈ ലഭ്യമായിട്ടില്ല. ആകെയുള്ളത് കൊല്ലം ജില്ലയിൽ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് അവിടെ നിന്ന് സമഗ്രമായി മിനീഷിലേക്ക് വരാം. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി മിനീഷ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്നും ചേരും.